ഹായ് മക്കൾ, എടാ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയാലോ? എന്താടാ ക്വസ്റ്റ്യൻ? പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. മോളിക്യൂളുകളുടെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന താപപ്രേഷണം ഏതാ ചോദിച്ചാൽ, ഹീറ്റ് ട്രാൻസ്ഫർ ചോദിച്ചാൽ സിമ്പിളാ. എന്താ നോക്കിക്കോ, സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി കേട്ടോ. അതായത് തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ടാ, സ്ഥാനം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഓപ്ഷൻസ് ഉണ്ട്, മാഷ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? കൺവെക്ഷൻ അഥവാ സംവഹനം. രണ്ടാമത്തെ റേഡിയേഷൻ പ്രേഷണം. മൂന്നാമത്തെ എന്താണ്? കണ്ടക്ഷൻ. പിന്നെ എന്താടാ? ഇതൊന്നുമല്ല. ഇന്റെ മക്കൾ പഠിച്ചു വെക്കുക, ഒറ്റ കാര്യമുള്ളൂ. മോളിക്യൂൾസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഏതായിക്കൂടാ? കൺവെക്ഷൻ ആയിരിക്കും അഥവാ സംവഹനമായിരിക്കും. ഇത് നോക്കിക്കോ, ഇവിടെ നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ മോളിക്യൂൾസ് ഒക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ടാ? മോളിക്യൂൾസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ്മെന്റ് ചെയ്യുന്നുണ്ടുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മാഷെ എന്താ സംവഹനം എന്ന് പറഞ്ഞാൽ നോക്കിക്കോടാ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകൾ സ്ഥാനം മാറിക്കൊണ്ട് മോളിക്യൂൾസ് മൂവ്മെന്റ് ചെയ്തുകൊണ്ട് താപം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറഞ്ഞാൽ. ഇത് എവിടെ നടക്കുക ചോദിച്ചാൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനോടെ പഠിച്ചിട്ട് പോവുക നമുക്ക്. വാട്ട് ഈസ് ദ മെയിൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ്? അഥവാ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ഏതാ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക, അതും കൺവെക്ഷൻ ആണ് അഥവാ സംവഹനം വഴിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, സെറ്റ് ആക്കി വെക്കുക. സെറ്റ് അല്ലേ?